ഇന്നത്തെ ചിന്തയ്ക്കായി നമുക്കൊരു വേദവാക്യം വായിക്കാം. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം. കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു. പ്രിയ സഹോദരങ്ങളെ, ഇന്നത്തെ ലോകത്തിൽ സന്തോഷം കുറവാണ്. പണമുണ്ടെങ്കിലും സമാധാനമില്ല, സുഹൃത്തുക്കൾ ഉണ്ടെങ്കിലും ഹൃദയം ശൂന്യമാണ്. ഇത്തരം സമയത്താണ് ദൈവവചനം നമ്മോട് കൽപ്പിക്കുന്നത്, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ. ഇത് ഒരു നിർദ്ദേശമല്ല, ഇത് ദൈവത്തിൻ്റെ ഒരു കൽപ്പനയാണ്. ശ്രദ്ധിക്കൂ, ഈ വചനം എഴുതിയത് സുഖസമൃദ്ധിയിൽ ഇരുന്ന ആളല്ല. അപ്പോസ്തലനായ പൗലോസ് എവിടെയാണ് ഈ വചനം എഴുതിയത് നമുക്ക് നോക്കാം. ഇത് ജയിലിൽ കിടന്ന സമയത്ത്, ബന്ധനത്തിൽ ആയിരുന്ന സമയത്ത്, കഷ്ടതയിൽ ആയിരുന്ന സമയത്ത് അപ്പോസ്തലനായ പൗലോസ് എഴുതിയ വേദവാക്യമാണ്. എന്നാൽ അവൻ പറഞ്ഞത് സന്തോഷിപ്പിൻ എന്ന്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് സന്തോഷം സാഹചര്യത്തിൽ നിന്നല്ല, കർത്താവിൽ നിന്നാണ് സന്തോഷം ഉണ്ടാകേണ്ടത്. കർത്താവിൽ സന്തോഷം എന്തുകൊണ്ട് സാധ്യമാകുമെന്ന് നമുക്ക് മനസ്സിലായോ? എങ്ങനെയാണത് സാധ്യമായെന്ന് മനസ്സിലാകും. രക്ഷ ലഭിച്ചതുകൊണ്ട് മാത്രമാണ് നമുക്ക് കർത്താവിൽ സന്തോഷിക്കാൻ. നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടു, നമ്മുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതപ്പെട്ടു. ഇത് മാത്രം ചിന്തിച്ചാൽ സന്തോഷിക്കാൻ അത് മാത്രം മതി. കർത്താവ് നമ്മോട് കൂടെ ഇരിക്കും. നോക്കൂ, സാഹചര്യം മാറാം, മനുഷ്യർ വിട്ടുപോകാം, പക്ഷേ കർത്താവ് ഞാൻ നിന്നെ ഒരു നാളും വിട്ടുമാറുകയില്ല എന്ന് കർത്താവ് പലപ്പോഴായി നമ്മോട് പറയും. നമ്മുടെ ഭാവി സുരക്ഷിതമാണ്. ഇന്നത്തെ കഷ്ടം താൽക്കാലികം, സ്വർഗമഹത്വം നിത്യമാണ്. അതുകൊണ്ട് വിശ്വാസി കരഞ്ഞാലും അവൻ്റെ ഉള്ളിൽ സന്തോഷത്തിൻ്റെ ഉറവ് ഇങ്ങനെ ഒഴുകിക്കൊണ്ടേ. അപ്പം സന്തോഷം നഷ്ടപ്പെടുന്നത് എങ്ങനെയാണ്, എന്ത് കാരണം കൊണ്ട് നമുക്ക് നോക്കാം. ചില വിശ്വാസ ജീവിതത്തിൽ സന്തോഷം നഷ്ടപ്പെടുത്തുന്ന ചില കാരണങ്ങൾ നമുക്ക് നോക്കാം. സാഹചര്യത്തെ നോക്കുന്നു, ആളുകളെ നോക്കുന്നു, പ്രശ്നത്തിലാണ് അവൻ്റെ ഹൃദയം അല്ലെങ്കിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. പക്ഷേ വചനം പറയുന്നു, കർത്താവിൽ സന്തോഷിപ്പിൻ. പ്രശ്നത്തിൽ അല്ല, മനുഷ്യരിൽ അല്ല, കർത്താവിൽ സന്തോഷിക്കാനാണ് ഇവിടെ ഓർമ്മ. പ്രിയരെ, ഇന്ന് നീ കരച്ചിലായിരിക്കാം, ഭാരമുള്ള ഹൃദയത്തിലായി. എന്നാൽ പരിശുദ്ധാത്മാവ് നിന്നോട് പറയുന്നു, കർത്താവിൽ സന്തോഷിപ്പിൻ. ഇന്നു മുതൽ ഒരു തീരുമാനമെടുക്കൂ. സാഹചര്യം എന്തായാലും, എന്ത് പ്രശ്നമായാലും ഞാൻ കർത്താവിൽ സന്തോഷിക്കും. അപ്പോൾ ഇങ്ങനെ ചിന്തിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇടപെടുകയും അവൻ്റെ ഹൃദയത്തിൽ സംസാരിച്ച് അവന് സകല പ്രശ്നങ്ങൾക്കും പരിഹാരം വരുത്തുവാൻ പരിശുദ്ധാത്മാവ് നിത്യസമാധാനം അവൻ്റെ ഹൃദയത്തിലേക്ക് പകരുന്നു. കുറച്ചൊരു തീരുമാനത്തിലേക്ക് കടന്നു വരും. ദൈവം സഹായിക്കും. നമുക്ക് പ്രാർത്ഥിക്കാവേ. സാഹചര്യങ്ങൾ നോക്കി ദുഃഖിക്കുന്ന ഹൃദയങ്ങൾ ഉണ്ടല്ലോ. ഈ മെസ്സേജ് കേൾക്കുന്ന ഹൃദയങ്ങളിൽ ദൈവത്തിൻ്റെ ആശ്വാസ വചനം നൽകി ദൈവം ബലപ്പെടും. നിന്നുള്ള സന്തോഷം അവരെ കൊണ്ട് നിറച്ച് അവരെ യേശുവിൻ്റെ ശക്തി പ്രാപിച്ച് മുന്നോട്ട് നീങ്ങുക. എപ്പോഴും കർത്താവിൽ സന്തോഷിക്കുക. അവർക്ക് കൃപ ദൈവം നൽകും. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.